ഹലോ, ബിസിയാണോ? ഞാൻ ഓഫീസിലാണ്. ഇത്രയും ലേറ്റ് ആയിട്ടും പോയില്ലേ? തുടങ്ങി വെച്ചത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വിളിച്ചത് നാളെയാണ് 9th. അതിനോ നേരത്തെ ഫിക്സ് ചെയ്തല്ലേ? സൂര്യ ഏർലി മോർണിംഗിൽ അവിടെ നിന്ന് തിരിക്കൂ. അതെന്തിനാ? പോകുന്ന വഴിക്ക് നമുക്ക് ഹരിപ്പാട്ടൊന്ന് ഹോൾട്ട് ചെയ്യണമായിരുന്നു. ഹരിപ്പാട്ടോ? ഫോർ വാട്ട്? അവിടെ അടുത്തല്ലേ മണ്ണാറശാല ക്ഷേത്രം? എനിക്കൊന്ന് കയറണം, ഒരുമിച്ച് തൊഴണം. എനിക്കൊരു നേർച്ചയുണ്ടേ. പുതിയൊരു ജീവിതം തുടങ്ങുകയല്ലേ. തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാം നന്നായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഹലോ, ആ, സൂര്യ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? ആസ് ഏർലി ആസ് പോസിബിൾ. ഓക്കെ. അങ്ങേരെന്താ പറയുന്നത്? വരുവോ? പിന്നെ വരാതെ? എന്റെ വഴിയിലേക്ക് വന്നിരിക്കുകയാണ് അയാൾ. ഇനി പൂർണ്ണമായും ഞാൻ ഉദ്ദേശിക്കുന്ന ട്രാക്കിലാക്കണം. അല്ല, മണ്ണാറശാലയിലൊക്കെ കയറണമെന്ന് പറഞ്ഞതോ? ഈ സാധാരണ പോലത്തെ കുടുംബജീവിതമൊക്കെ തുടങ്ങും പോലെ. കൊതുമ്പൻ അങ്ങനെ തോന്നിയോ? ഗുഡ്. അതേ തോന്നൽ അയാൾക്കും ഉണ്ടാവണം. പിന്നെ നാഗദൈവങ്ങളിൽ എനിക്കും വിശ്വാസം തോന്നുന്നുണ്ട്. പക മറക്കാത്ത പാമ്പിന് ഒരു വിളക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. അയാളെ സൂക്ഷിക്കണം. എന്തായിരിക്കും മനസ്സിലിരിപ്പെന്ന് അറിയില്ലല്ലോ. ചിലപ്പോ സ്നേഹം ഭാവിച്ച് ചതിച്ചളയും. എനിക്കറിയാം. പക്ഷെ മോനുള്ളത് എനിക്ക് ബലമാണ്. കിത്തുമോനെ മറന്നുകൊണ്ട് അയാൾ ഒന്നും ചെയ്യില്ല. അവനെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാനും മൂവ് ചെയ്യുന്നത്. ഒരു ലൂപ്പ് ഹോൾ പോലും അവശേഷിപ്പിക്കാതെ. പ്ലാൻ എന്തുവാണെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞില്ല. പല രീതിയിൽ ഞാൻ മനസ്സിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഏറ്റവും കൃത്യമായി കിട്ടുന്നത് അപ്ലൈ ചെയ്യും. ഒരിക്കലും ശ്രമം പാളിപ്പോവില്ല. രഹസ്യം അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ല. ആ തള്ള അവിടെ ഉണ്ട്. ശകലം എന്തെങ്കിലും കിട്ടിയാൽ മതി, നാടാകെ എത്തിക്കും. വേണമെങ്കിൽ അവരവിടുന്ന് മാറ്റാം. എന്തിന്? മീനത്തേലല്ലേ? ആ വീട്ടിലെ എല്ലാവരും ഉണ്ടെങ്കിലും ആരും അറിയാതെ എല്ലാം പ്രോപ്പറായി നടന്നിരിക്കും. ആ ഒറ്റപ്പെട്ട വീടും കായലും എല്ലാം നിഗൂഢമായി ഒളിപ്പിച്ചു വയ്ക്കും. പത്മവ്യൂഹത്തിൽ അകപ്പെട്ടതുപോലെയാവും അയാൾ. കാര്യങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും ഒരുപാട് വൈകിയിരിക്കും. പിന്നെ ഒരു മാർഗമേ ഉള്ളൂ. അവസാന വിധി ഏറ്റുവാങ്ങുക. ഗാർമെന്റ് ബിസിനസ് വേൾഡിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. താൻ പോലും അറിയാതെ തനിക്കുള്ള പണിഷ്മെന്റ് സ്വീകരിക്കും. സാക്ഷി ഒരാൾ മാത്രം. അയാൾ ഇല്ലാതാക്കിയ പവിയുടെ അമ്മ. എന്തെങ്കിലും കുഴപ്പമോ തകരാറോ ഉണ്ടായ എൻ്റെ പേര് പറഞ്ഞു കൊടുത്താൽ മതി. ഞാനാ എല്ലാം ചെയ്തതെന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് വേണ്ടേ? എന്നാലും ഞാനും കൂടെ അവിടെ വേണ്ടേ? വരട്ടെ. സമയാവുമ്പോ ഞാൻ വിളിക്കാം. ഇപ്പൊ കൊതുമ്പൻ ഇവിടെ വേണം. ആ, കൊതുമ്പന് ഒരു മൊബൈൽ ഫോൺ അത്യാവശ്യമാണ്. ദാ ഇത് വെച്ചോളൂ.
പിന്നെ ബാങ്ക് ഇടപാടിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഉം? ഇത് വെച്ചോളൂ. ഇത് ആർക്ക് കൊടുക്കാനുള്ളതാ? ആർക്കും കൊടുക്കാനല്ല, കൊതുമ്പന്റെ ആവശ്യങ്ങൾക്കുള്ള പൈസയാണ്. ചിലപ്പോൾ പെട്ടെന്ന് കൊതുമ്പന് അങ്ങോട്ട് വരേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും റെഡി ക്യാഷ് കയ്യിലുണ്ടാവണം. അയ്യോ, ഇത്രയും പൈസ? ഇരിക്കട്ടെ, ആവശ്യം വരും. ഒരിക്കൽ എന്നെ രക്ഷിച്ച പാച്ചിക്കയാണ് ഞാൻ പോലും അറിയാതെ കൊതുമ്പനെ എന്റെ മുമ്പിൽ നിർത്തിയിട്ട് പോയത്. എന്റെ മനസ്സിലുള്ളത് കുറെയെങ്കിലും അറിയാവുന്നത് കൊതുമ്പന് മാത്രം. ഇപ്പൊ ഒരു ലക്ഷ്യമേ ഉള്ളൂ എനിക്ക്. ആ പോയിന്റിലേക്ക് അടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കാനും കൊതുമ്പനുണ്ട്. കൊതുമ്പൻ മാത്രം. പേടിയുണ്ടോ കൊതുമ്പന്? ഇല്ല. പക്ഷേ മാടത്തിനും കിത്തുവിനും എന്തെങ്കിലും? ഒന്നും സംഭവിക്കില്ല. സംഭവിച്ചാലും എന്തു വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്.